ഹലയാ നിങ്ങൾക്കാപ്പം ഭൗഭേടത തതയെ ഏവണ ഏഴുന്ന തതയെ തടണമയാ. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ വീഡിയോ നിർത്താൻ കഴിയും. നിങ്ങൾക്ക് ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ കഴിയും. കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യും. വാപമ ഹവത്തശോഹ വധത ജവധേപന് മറവ ഹരത പാനാണ്. ഈ അവലോകനം 2025 ജൂൺ 30 വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുതാപബയ കോർപ്പറേഷൻ വഹമന ഹവത്തശോഹ വധത ഉപവിഭാഗത്തിൽ പെടുന്നു. ഞെടഴുവ 11 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം ഇതാണ്. 10 പോയിന്റിൽ 1. ഒരു ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1 പോയിന്റാണ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 ആണെന്ന് കാണാൻ കഴിയും. ഒരു സ്കോറിനെതിരെ വഹമമ ഹ്യവതഭാഷോന്ന വധത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. വഭമമ ഹ്യവതഭാഷോന്ന വധത ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസങ്ങളിൽ കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. വഹപമ ജവതഭാഷോന വടജ് 28.2% മാറ്റം കാണിച്ചു. 30.1% എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം വഹപമ ഹ്യവതഭാഷോന വഹജ $191.43 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $228 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $21.97 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $29 ബില്യൺ. മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക വഹമമ ഹ്യവതഭാഷോന്ത് വധത ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം 84.121%. പുസ്തക മൂല്യം 76.396%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന് $11.20 4 ബില്യൺ കടമുണ്ട്. കമ്പനിയുടെ ഇക്വിറ്റിയുടെ 51% പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് പാസാബിൾ 0. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും 15.6 ആണ്. 34.5 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $12,287 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി ലാഭം $7,387 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 4.2 ആണ്. ഉപവിഭാഗം 3 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക. ടോയ്ലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $45,390 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $27.29 ബില്യൺ. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 27.1%. ഉപവിഭാഗത്തിന് ശരാശരി 8.7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 31.733%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 165% കുറവാണ്.
കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $6,154,000. ഉപവിഭാഗത്തിന് ഇത് $2,322,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $395,000 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $67,200 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $1,459,000 ആണ്. ഉപവിഭാഗത്തിൽ $771,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 1.9%. ഉപവിഭാഗത്തിന് ശരാശരി 3.6%. സാങ്കേതിക സൂചകം നഥോ 14 കമ്പനിക്ക് 62% ലെവൽ കാണിക്കുന്നു. വധത. ഉപവിഭാഗത്തിന് ഈ നില 62%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $91.52 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $97.52 ആണ്. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം, അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതടണപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി വധത വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണപയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരുതടണമയ.